ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നീണ്ട ഒരു കല്യാണ വിശേഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയൊരു ട്രിപ്പാണ് മണാലിയിലേക്ക്. അപ്പോൾ ഒട്ടും പ്ലാൻ ചെയ്ത് പോയ ട്രിപ്പല്ല, ഞങ്ങൾ പ്രതീക്ഷിതമായിട്ട് അൺപ്ലാൻ ട്രിപ്പ് ഓൾവേസ് ബെസ്റ്റ് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ട്രിപ്പായിരുന്നു. അങ്ങനെ പപ്പയും മമ്മിയും ഞാൻ മാത്രമായിട്ടുള്ള ഒരു ആദ്യത്തെ ട്രിപ്പ് തന്നെ ആണെന്ന് പറയാം. അപ്പോൾ മണാലിയിലേക്കാണ് ഞങ്ങൾ ട്രിപ്പ് പോയത്. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലാണ് ഗ്രാൻഡ് ഒയാസിസ്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ റൂമിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ കയറുമ്പോൾ തന്നെ ഇവിടെ വലിയ ഷെൽഫൊക്കെ ഉണ്ട്. കയറുമ്പോൾ തന്നെ ഇവിടെ വലിയ ഷെൽഫുണ്ട്. പിന്നെ ഇവിടെ മിററ്, നല്ല തണുപ്പാണ് മിററ്. പിന്നെ ഈ സൈഡിൽ വാഷ്റൂംസ് ഉണ്ട്. വാഷ്റൂം, ബാത്ത് ഏരിയ, പിന്നെ ടി വി ഒക്കെ ഉണ്ട്. ഇതാണ് ബെഡ് സ്പേസ്. ലൈറ്റും ഫാനും പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. മമ്മി വെറുതെ വിറച്ചിരിക്കണേണ്. പിന്നെ നമ്മുടെ വ്യൂ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ വ്യൂ. പപ്പയുണ്ട് പുറത്ത്, തുറന്ന് കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഹോട്ടൽ ഗ്രാൻഡ് ഒയാസിസ് ആണ്. ചെറുതായിട്ട് മഞ്ഞൊക്കെ ഉണ്ട്. പപ്പ മമ്മി ഇഷ്ടപ്പെട്ടോ? എൻ്റെ കോലം നോക്കൊന്നും വേണ്ട, മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത മുടിയൊക്കെ അലമ്പായിട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹോട്ടലും പരിസരങ്ങളും. മൗണ്ടെയ്ൻസ്. അങ്ങനെ ഡ്രീം കം ട്രൂ. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ ഹോട്ടലിൻ്റെ പുറകെയുള്ള സ്പേസ്. നമ്മുടെ റൂം നമ്പർ 105. സോ ഗൈസ്, അങ്ങനെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ചുമ്മാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അപ്പോൾ അടുത്തുള്ളൊരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ആലു പൊറോട്ടയും ആണ് ഞങ്ങൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പം എനിക്ക് ആലു പൊറോട്ട കഴിച്ച് മതിയായത് കാരണം ബ്രെഡ് ഓംലേറ്റ് ആണ് കഴിച്ചത്. സോ ഈ ഡ്രസ്സും വിൻ്റർ ക്ലോത്ത്സ് എല്ലാം എൻ്റെ കസിൻസിൻ്റെയാണ്. പ്ലാൻ ചെയ്യാതെ പോയത് കാരണം നമ്മുടെ ഡ്രസ്സൊന്നും ഉണ്ടായില്ല. ബട്ട് നമ്മുടെ കസിൻസിൻ്റെ നമ്മളെല്ലാ ഡ്രസ്സും മേടിച്ചു. അപ്പോൾ ഞാൻ വളരെ എൻജോയ് ചെയ്താണ് നോൺ വെജ് അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെ കൂടി, പപ്പ ആണെങ്കിൽ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ റൂമിലിരിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഒന്ന് ഞാൻ പപ്പയും മമ്മീനെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ രണ്ടും കൂടി ഒന്ന് കറങ്ങി. പപ്പ എൻ്റെ ക്യാമറമാനായിരുന്നു ത്രൂ ഔട്ട് വെഡിങ് ആൻഡ് ട്രിപ്പ്. എൻ്റെ എല്ലാ സ്വീറ്റ് മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് വെയിലൊക്കെ കൊണ്ടു. അവിടെയുള്ള സ്വഭാവമാണ്, തണുപ്പുണ്ടെങ്കിൽ എല്ലാവരും വെയിലത്ത് വന്ന് ഇരുന്ന് ചൂടുത്തിരിക്കും. സോ ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ ശേഷം ഞാൻ ഒരു 2 ലേസ് മേടിച്ചിട്ടാണ് ഹോട്ടലിലേക്ക് പോയത്. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്ത കാരണം ഏത് നേരവും ഫുഡ് കഴിക്കലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലേസൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോയി. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ മണാലി ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണിന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഡേ 1 ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഡ്രസ്സെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ഞാനും എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സെയിം ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ ലഞ്ച് കഴിക്കാനും പോയത്. ഞങ്ങൾ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങൾ റൊട്ടിയും പപ്പ കടിയും ചാവലും കഴിച്ചു. അപ്പോൾ ഇതൊക്കെ പോണ വഴിക്ക് കങ്ങണറാണ് കേട്ടോ എൻ്റെ ഒരു പ്രോപ്പർട്ടിയൊക്കെ ഡ്രൈവറുകൾ കാണിച്ചു തന്നു. അപ്പോൾ പോണ വഴിക്ക് എല്ലാം അവിടുത്തെ വീടൊക്കെ വെച്ചെന്ന എല്ലാം വുഡ് വെച്ചുണ്ടാക്കിയ വീടാണ്. കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ റോത്താങ് പാസിൽ മഞ്ഞാണെന്ന് തോന്നുന്നു നമ്മൾ ഇവിടെ വെച്ച് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഡേ 1 ട്രിപ്പ് എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഹഡിംബ ടെമ്പിൾ, വാൻ വിഹാർ, ദെൻ മാൾ റോഡ്, പിന്നെ വേറെ എവിടെയും കൂടി ടിബറ്റൻ മോണസ്റ്ററി കൂടി പോയി. അപ്പോൾ ഇതൊക്കെ ഹഡിംബ ടെമ്പിളിൽ, എനിക്ക് തോന്നുന്നു ഹിഡിംബ ടെമ്പിളാന്ന് തോന്നുന്നു, പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല, കിട്ടണില്ല. സോ ഞങ്ങൾ ആ ഒരു ടെമ്പിളിലേക്കാണ് ആദ്യം പോയത്. ഫുൾ പൈൻ വാലീസും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയപ്പോൾ തന്നെ ഞങ്ങൾ ഒരു കൂളിംഗ് ഗ്ലാസ്, മമ്മിക്ക് ഗ്ലൗസ്, മമ്മിക്ക് തൊപ്പി ഇതെല്ലാം മേടിച്ചു.
കൂളിംഗ് ഗ്ലാസ് മേടിച്ചത് എനിക്കാണ്. കാരണം കുറച്ച് പട്ടി ഷൂ ആവാമല്ലോ, നമ്മുടെ നാട്ടിലല്ലോ, മണാലിയല്ലേ, അപ്പോൾ ഷൂ കാണിച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുറച്ചുള്ളിലേക്കാണ് നമ്മുടെ ടെമ്പിൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ടെമ്പിളിലേക്ക് പോയി. എനിക്ക് ടെമ്പിളിൽ പോണത് പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഒരു ദുരുദ്ദേശം എന്ന് വെച്ചാൽ അവിടുത്തെ ഡ്രസ്സ് ഇട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുക. അങ്ങനെ അതിനുവേണ്ടിയാണ് ഞാൻ മനഃപൂർവ്വം അവിടെ തന്നെ പോയതെന്ന് തന്നെ പറയാം. പോകുമ്പോൾ നല്ല കാം ആൻഡ് ക്വയറ്റായ ഒരു സ്ഥലം തന്നെയാണ്. കുറേ പിള്ളേർ സ്കൂൾ ട്രിപ്പ് വന്നിട്ടുണ്ട്, ഹണിമൂൺ പാക്കേജിൽ വന്നിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ യാക്കൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും പൈസയുണ്ട്. പൈസ നമ്മൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കാർ അവിടെ ഇട്ടിട്ട് നമ്മൾ അകത്തേക്ക് കുറച്ച് നടന്നാണ് പോകേണ്ടത്. കാരണം വൺ വേ റോഡ് ആയത് കാരണം ബ്ലോക്കൊക്കെ കിട്ടും. പോണ വഴിക്ക് കുറേ സംഭവങ്ങൾ കണ്ടു. നമ്മൾ മാം നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൗസൊക്കെ മേടിച്ചായിരുന്നു. സ്റ്റെപ്പൊക്കെ കയറാനുണ്ട്. അങ്ങനെ പോയി വന്നപ്പോൾ ഞങ്ങൾ റാബിറ്റിനെയൊക്കെ കണ്ടു, ഡ്രസ്സ് കണ്ടു, കോണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 3 മണിക്ക് ശേഷം കാരണം ഇരുട്ടായിട്ടുണ്ടായിരുന്നു. കുറച്ച് നടത്തൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്നു ഗൈസ്. ഈ മുയലിനെ പിടിക്കാൻ വേണ്ടി അവർ 30 രൂപയാണ് എൻ്റെ അടുത്ത് മേടിച്ചത്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഒരു ലിവിങ് ഓർഗാനിസത്തിനെ അങ്ങനെ കൈ കൊണ്ടൊന്നും പിടിച്ചിട്ടില്ല. പക്ഷേ ആ ആൻറ്റി ഭയങ്കര സ്വീറ്റായിരുന്നു. എനിക്ക് ഇങ്ങനെ എൻ്റെ കയ്യിലൊക്കെ വെച്ചൊന്ന് റാബിറ്റാണെങ്കിൽ അതിനേക്കാളും സ്വീറ്റായിരുന്നു. എൻ്റെ ആ ആൻറ്റിയാണ് ഞങ്ങൾക്ക് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റാബിറ്റിനെ. കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ന്യൂ ബോൺ ബേബീനെ പിടിക്കില്ലേ, അതേ ഒരു സെയിം ഫീലിംഗ് ആയിരുന്നു. റാബിറ്റാണെങ്കിൽ എന്നെ പിടിച്ചിട്ടാണെന്നറിയില്ല, ഭയങ്കര ക്വയറ്റായിട്ടിരുന്നു. അതിനുശേഷം അതിനേക്കാളും ഞങ്ങൾ വണ്ടറായിപ്പോയത് വേറെ കാര്യമാണ്. ഞങ്ങളിങ്ങനെ ഡ്രസ്സ് ഉടുക്കാമെന്ന് വിചാരിച്ചു. അവർ 100 രൂപ പറഞ്ഞു ഒരാൾക്ക്. ഞാൻ 150 രൂപക്ക് 3 പേർക്ക് സെറ്റ് ചെയ്ത് ഗൈസ്. 3 പേർക്കും കൂടി 150 രൂപ. അവരാണെങ്കിൽ ഞങ്ങളോട് മലയാളമൊക്കെ പറഞ്ഞ് വാ ഇങ്ങട് വാ, മതിയോ, കൈ പൊക്ക്. അവർ ഫുൾ മലയാളം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ വണ്ടടിച്ചിരിക്കണമായിരുന്നു. അപ്പോൾ ഞാനും പപ്പിയും മമ്മിയും മണാലി ഹിമാചൽ ആൾക്കാരായി ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ ഓരോ ഫോട്ടോസും മണാലത്തെ കാണുമ്പോൾ ഒട്ടും വിചാരിച്ചില്ല ഈ ഒരു പ്രാവശ്യം ഞാൻ മണാലി പോകുമെന്നും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നും ഒട്ടും വിചാരിച്ചില്ല. ഞാൻ ഉടുക്കണേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് പപ്പയും മമ്മിനെയും ഉടുപ്പിക്കണം, അവരെയുമായിട്ടൊന്ന് ട്രിപ്പ് പോകണം. എല്ലാം എനിക്ക് ഈ ഒരു കല്യാണത്തിലൂടെ നടന്നു ഗൈസ്. അങ്ങനെ നമ്മളിങ്ങനെ മണാലി ഗൈസ്. മമ്മി നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. പപ്പ അതിനേക്കാളും ഭംഗിയുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ ഉണ്ടെന്ന് പറയൂ ഗൈസ്, എന്നെ കൊള്ളാമോ? അങ്ങനെ പപ്പയും മമ്മി ഞാനും മണാലിയിലത്തെ ആൾക്കാരായി. ഞാനാണെങ്കിൽ പിന്നെ പറയണ്ട, പപ്പ ഫോട്ടോ എടുക്കുക, പപ്പ നേരെ എടുക്കുക, പപ്പ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. എനിക്ക് മമ്മീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഗൈസ്. മമ്മിക്കാണെങ്കിൽ തണുത്തിട്ട് വയ്യ, മമ്മി ഫുൾ മൂടി പൊതിച്ചിരിക്കുകയായിരുന്നു. അതെല്ലാം ഞാൻ അയപ്പിച്ചു. ആ ചേച്ചിമാരൊക്കെ ഭയങ്കര രസമായിരുന്നു. ഫുൾ നേരവും മലയാളമൊക്കെ പറഞ്ഞ് ഇരുന്നു. ഞങ്ങളങ്ങനെ ഡ്രസ്സ് ചെയ്ത് ഗൈസ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഈ മണാലി മഞ്ഞിനേക്കാളും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ ഡ്രസ്സൊക്കെ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ക്യാമറമാൻ ഉണ്ടായിരുന്നു, അവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾ പറയും എൻ്റെ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടോ? 5-ൽ എത്ര മാർക്ക് തരുമെന്നൊക്കെ നിങ്ങൾ പറയൂ. ഇനി അടുത്തതാണ് ഞങ്ങളുടെ താരം പപ്പാക്ക് ജയ്. പപ്പനെ പഠിപ്പിച്ചു. പപ്പനെ പിന്നെ പറയണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ ഹാൻസമാണ്. ഇപ്പോൾ അതിനേക്കാളും ഡബിൾ ഹാൻസമായെന്ന് തന്നെ പറയാം. പപ്പനെ ഞാൻ അങ്ങനെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഒന്നും എതിര് പറയാത്ത ഒരു പപ്പനും മമ്മിയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ എന്ത് വേഷവും കെട്ടിപ്പിക്കാൻ ഉള്ള ഫുൾ ലൈസൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രിപ്പൊക്കെ പോകുമ്പോൾ അടിപൊളിയാണ്. മമ്മിക്ക് ഭയങ്കര, മമ്മി എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എല്ലാം ചെയ്യും. പപ്പയാണെങ്കിൽ നല്ല ട്രിപ്പ് വൈബാണ്, നല്ല വൈബാണ്. എൻ്റെ പപ്പ വൈബ് എന്നൊക്കെ പറയാം. അങ്ങനെ പപ്പയും മമ്മി ഞാനും ഹിമാലയത്തിലെ ആൾക്കാരെ ഞാൻ കുറച്ച് കപ്പിൾ വീഡിയോസൊക്കെ എടുത്തു ഗൈസ്. എനിക്കാണെങ്കിൽ കപ്പിൾ വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് കപ്പിളില്ലല്ലോ. അപ്പോൾ കപ്പിളുള്ളവരെ വെച്ച് കപ്പിൾ വ്ലോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പപ്പയും മമ്മിക്കാണെങ്കിൽ പപ്പക്കാണെങ്കിൽ ഭയങ്കര നാണ, ഇങ്ങനെയൊക്കെ ഒന്നും ചെയ്യാറില്ല. പക്ഷെ എൻ്റെ ഇഷ്ടം കൊണ്ട് അവർ ചെയ്യും. മമ്മിയാണെങ്കിൽ പിന്നെ പറയണ്ട, എൻ്റെ അല്ലേ മമ്മി. ഇങ്ങനെ കറക്കി എടുത്തു. മമ്മിനെ പണ്ട് കറക്കിയ പോലെ ഇപ്പോഴും കറക്കി. എന്നെ കറക്കാൻ ആരുമില്ലാത്ത കാരണം ഞാൻ തന്നെ കറങ്ങി. പിന്നെ ഇതിനു മുമ്പ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാനും മമ്മിയും തമ്മിലുള്ള കുറച്ച് പട്ടി ഷോ
എന്ന് തന്നെ പറയാം. മമ്മിയുടെ പട്ടി ഷോ അല്ല, എൻ്റെ പട്ടി ഷോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പപ്പ അങ്ങനെ എടുക്കും, പപ്പ ഇങ്ങനെ എടുക്കുന്നത്. എല്ലാവരും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഭംഗി കൊണ്ടായിരിക്കാം എല്ലാവരും ഞങ്ങളെ നോക്കിയത്. അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ എടുത്തു നടന്ന് ഗൈസ്. കുറച്ച് നേരം പൂക്കാലികളായിരുന്നു. എല്ലാം ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഒറ്റക്ക് വന്നൊക്കെ രസം തോന്നിയത് പപ്പയും അമ്മ വന്നപ്പോഴായിരുന്നു. എനിക്ക് റീലൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു ട്രിപ്പിന് വേണ്ടി ഞാൻ പ്ലാൻഡ് അല്ലാത്ത കാരണം എനിക്ക് റീലൊന്നും എടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ മാക്സിമം വെറുപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ബാക്കിൽ മലയാളികളാണെന്ന് തോന്നുന്നു, നന്നായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ പപ്പക്ക് മമ്മേനെ കറക്കി മതിയായിരുന്നു, കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ വ്ലോഗ് ഇവിടുത്തെ ഹിഡിംബ ടെമ്പിളത്തെ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ നമ്മൾ പോയത് മോൾ റോഡിലേക്കാണ്. മോൾ റോഡിൽ ടിബറ്റൻ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഹിഡിംബ ടെമ്പിളാണ്. ഉള്ളിൽ എന്തോ ഒരു വിഗ്രഹമുണ്ട്. അകത്തേക്ക് കയറാൻ പറ്റില്ല കാരണം അത്രയും തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് തന്നെ എക്സ്പ്ലോർ ചെയ്തു, ചുറ്റും കണ്ടു, ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുക്കാനുള്ള ട്രിപ്പ് പോണേ. അപ്പോൾ ഫോട്ടോയൊക്കെ എടുത്തു. എനിക്കിഷ്ടപ്പെട്ടു. കുറച്ച് കാമൻ കോയിറ്റായ നല്ല തണുപ്പുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഗൈസ്. ഇനി എന്ത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ വലിച്ചു നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ദീപിക പത്കോണും രൺവീർ സിംഗിൻ്റെ ഒക്കെ അഭിനയിച്ച ഒരു സ്ഥലമാണ് നമ്മുടെ ഹിഡിംബ ടെമ്പിൾ. അപ്പോൾ എല്ലാവരും സ്റ്റാറ്റസിലും പോയി. ഞാൻ ഒട്ടും വിചാരിച്ചില്ല എനിക്കിങ്ങനെ പോകാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാനും പോയി ഗൈസ്. അങ്ങനെ ഞാൻ പപ്പയും മമ്മയും കൂടി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർമ്മ വന്നത് എൻ്റെ കൂളിംഗ് ഗ്ലാസ്. അപ്പോൾ കൂളിംഗ് ഗ്ലാസ് വെച്ച് കുറച്ച് ഷോ ആവാമെന്ന് വിചാരിച്ചു. കൂളിംഗ് ഗ്ലാസ് ഇല്ലാണ്ട് എന്ത് ട്രിപ്പല്ലേ. അങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ചു. ഞാൻ അങ്ങനെ നടന്നു. കുറച്ച് നേരം ഇങ്ങനെ അലഞ്ഞ് നടന്നു. പപ്പ ആയതുകൊണ്ട് കാരണം ഒന്നും പറഞ്ഞില്ല. പപ്പ പറഞ്ഞു ഇവിടുത്തെ നിന്നാണ് ടൈം പോകുന്നു പറയുന്നത്. അവിടെ നിന്നിറങ്ങിയപ്പോൾ അവർക്ക് ഒരേ നിർബന്ധം യാക്കിൻ്റെ ഒപ്പം എന്നെ വെച്ച് ഫോട്ടോ എടുക്കണമെന്നും. ഞാനാണെങ്കിൽ എനിക്ക് വയ്യ, അത് കാരണം ഞാൻ അവിടെ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത് ബുദ്ധിസ്റ്റ് മോണസ്ട്രി പോയി. ബുദ്ധിസ്റ്റ് മോണസ്ട്രി വളരെ 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 ഇഷ്ടപ്പെട്ടു. എനിക്ക് അവിടെ കയറിയേക്കാൾ ഇഷ്ടം നമ്മൾ ആദ്യം കണ്ട പാനിപ്പൂരിയാണ്. പാനിപ്പൂരി കഴിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ആ മോണസ്ട്രിയിലേക്ക് കയറി കൂടിയത്. മോണസ്ട്രി പോയപ്പോൾ കുറച്ച് ഇരിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട്. എല്ലാവരും ഉരുട്ടണത് കണ്ടു. അപ്പോൾ ഞാൻ മാത്രം ഉരുട്ടാതെ എങ്ങനെ പോകും? അങ്ങനെ ഞാനും ഉരുട്ടി ഗൈസ്. കുറച്ച് നേരം അത് എന്തൊക്കെയോ മന്ത്രമുണ്ട്, നമുക്കത് വായിക്കാനും ഒന്നും അറിയാൻ പാടാത്ത കാരണം ഞാൻ അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രാർത്ഥന ഞാനും മനസ്സിൽ ചൊല്ലി ഉരുട്ടിക്കൊണ്ട് കിടന്നു. ഉരുട്ടി കൈ മതിയാകിയപ്പോൾ ഞാൻ ആ ഉരുട്ടൽ നിർത്തി. ബാക്കി കൂടി മമ്മിയും എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇത് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്, എനിക്കറിയാൻ പാടാത്ത കൊണ്ടാണ് ഗൈസ് ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ടൊന്നും പറയാത്തത്. അപ്പോൾ ഞാനും മമ്മിയും കൂടി അങ്ങോട്ടൊരു കോമ്പറ്റീഷനായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അകത്തേക്ക് പോയി. അകത്ത് വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. പിന്നെ ഇങ്ങനെ കുറേ ഫ്ലാഗൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. ഇത് ബുദ്ധിസ്റ്റിൻ്റെ ഒരു ചെറിയ മോണസ്ട്രിയാണ്. നമ്മളിതിനേക്കാളും വലിയൊരു മോണസ്ട്രിയിൽ 3rd ഡേ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്ക് ഇരുട്ടി. അങ്ങനെ ഞാൻ ഇറങ്ങാറായപ്പോഴാണ് കണ്ടത് ഒരു സംഭവം. ഇതിലെന്തോ ഇങ്ങനെ ഉരുട്ടി പോകുമ്പോൾ മുകളിൽ ഒരു ബെല്ലുണ്ട്. ആ ബെല്ലടിക്കും. അപ്പയും മമ്മിയും നന്നായിട്ട് എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു ഈ ട്രിപ്പ്. പപ്പയാണ് കൂടുതൽ എൻജോയ് ചെയ്തത്. മമ്മിക്ക് തണുത്ത് വിറച്ചിട്ടൊരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ഗൈസ് പിന്നെ എനിക്കൊരു ഹരമായി, ബെല്ലടി ഒരു ഹരമായത് കാരണം ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം ആ ഒരു റൂമിൽ സ്പെൻഡ് ചെയ്തു. പപ്പയുടെ ഊഴം കഴിഞ്ഞു. അടുത്തത് നേഹ സിംഗിൻ്റെ ഊഴമാണ്. ഞാനും കുറച്ച് നേരം അതുമായിട്ട് തള്ളിക്കൊണ്ട് നടന്നു. എനിക്ക് തള്ളി മതിയായപ്പോൾ ഞാൻ അത് നിർത്തി ഗൈസ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മോൾ റോഡ്, അവിടുത്തെ കാണാക്കാഴ്ചകൾ. അങ്ങനെ പറയാൻ പാടില്ല. അവിടുത്തെ മോൾ റോഡിലെ ഒരു സ്ട്രീറ്റാണ് ഞാൻ കാണിക്കുന്നത്. നൈറ്റ് വളരെ വൈബായിരുന്നു ആ മോൾ റോഡിൽ. അപ്പോൾ അവിടുത്തെ എന്താ പറയുക, പാനിപ്പൂരി ട്രൈ ചെയ്തു, മൊമോസ് ട്രൈ ചെയ്തു. മമ്മിക്ക് ചായ മേടിച്ചു കൊടുത്തു. ചായ മേടിക്കണത് ഒരു ഗ്ലാസ്സിലാണ്. കുടിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് പിന്നെ റീയൂസ് ഇല്ല, അത് കളയാം. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ദി ഗൈസ് എൻ്റെ ഓൾവേസ് ഫേവറേറ്റ് പാനിപ്പൂരി. കല്യാണത്തിനും കുറേ കഴിച്ചു, ഇവിടെയും വന്ന് കുറേ കഴിച്ചു. പാനിപ്പൂരി എനിക്കൊരു ഹരമാണ് ഗൈസ്. പാനിപ്പൂരി ലവേഴ്സ് കമൻറ്റ് ചെയ്യുക.
പാനിപ്പൂരി കഴിച്ചു. പപ്പയാണെങ്കിൽ എല്ലാം ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാം വീഡിയോ എടുക്കും. ഞാൻ സ്വീറ്റാണ് കഴിച്ചത്. ഇപ്പോൾ പറയുമ്പോൾ എനിക്ക് വീണ്ടും വായിൽ വെള്ളം വരുന്നു ഗൈസ്, കാരണം പാനിപ്പൂരി എനിക്ക് അത്രയും ഇഷ്ടമാണ്. പിന്നെ മതിയെന്ന് ഞാൻ തന്നെ പറഞ്ഞു, കാരണം ഞാൻ മാത്രം കഴിച്ചാൽ മതിയല്ലോ, വേറെ ആൾക്കാർക്കും കൊടുക്കണ്ടേ പാനിപ്പൂരിയൊക്കെ. അപ്പോൾ പാനിപ്പൂരി ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞ മൊമോസ് ഇതാണ്. നമ്മളിവിടുത്തെ പോലെ ഫുൾ ഫില്ലിങ്സ് ഒന്നുമില്ല, കട്ടിയൊന്നുമില്ല, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. അവിടുത്തെ ആൾക്കാർ ഭയങ്കര സ്വീറ്റാണ് കേട്ടോ, ഭയങ്കര നന്നായിട്ടൊക്കെ സംസാരിക്കും. അവർക്ക് വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒരു പ്രശ്നമല്ല. 10 പീസിന് 100 രൂപ. അപ്പോൾ ഞാനും പപ്പയും കൂടി ഒരു കോമ്പറ്റീഷനായിരുന്നു. അങ്ങനെ അതിലാര് ജയിച്ചു? വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് ജയിച്ചത്. എനിക്കിഷ്ടപ്പെട്ടു മൊമോസൊക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ കുട്ടി ഷോപ്പിലൊക്കെ കയറി. ഒരു മാലക്ക് 4000 രൂപ. അപ്പോൾ ഞാൻ വിചാരിച്ചു 4000 രൂപ ഉണ്ടെങ്കിൽ എത്ര ഏത്തപ്പായം മേടിച്ച് കഴിക്കാമെന്നു. ഇതിനിടയ്ക്ക് നമ്മൾ കുറേ മലയാളികളെ കണ്ടു. മലയാളം കേൾക്കുമ്പോൾ തന്നെ മമ്മി മലയാളം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരുമായിട്ട് ഭയങ്കര സംസാരമായിരുന്നു. കോട്ടയവും ട്രിവാൻഡ്രവും അങ്ങനെ കുറേ പേരെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്നും മേടിച്ചില്ല, കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും മേടിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഫോട്ടോ ആക്കിയെടുത്തു. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഇനി നല്ലൊരു വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്.